പക്ഷെ അത് എന്റെ തീരുമാനമല്ലേ ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ആ ആണ് ഓക്കെ, അത് തീർച്ചയായിട്ടും ശരിയാണ്. നിങ്ങൾ തീരുമാനിക്കുന്നില്ലേ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നില്ല. എനിക്കിതിന്റെ ലോജിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഒരു തിരിച്ചറിവുണ്ടായി, ഇത് ചെയ്തു, പിന്നീട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആണാവണം എന്ന് പറയുന്നു. ഓരോ വ്യക്തിന്റെ തീരുമാനമാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ലോകത്ത് നടക്കാത്ത എന്താ ഇല്ലത്. ഇപ്പൊ പേപ്പറിൽ തന്നെ ഒരു ആക്ടർ തന്നെ കുറച്ച് മുന്നേ ഒരു ഇത് ചെയ്തിരുന്നല്ലോ, എനിക്ക് അങ്ങനത്തെ ഇത് അനുഭവം ഉണ്ടായി. ലൈക്ക് സി അതിപ്പോ എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്നുണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും നടക്കുന്നുണ്ടാവും. ഇത് ഇത് മോഡൽ മാത്രമല്ല. പുതിയ ഒരാൾ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് എക്സ്പെക്ട് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായേക്കാം. എക്സ്പെക്ട് ഒന്നും ചെയ്യണ്ട. ഞാൻ എപ്പോഴും ഓരോരുത്തരടുത്ത് പറയുന്നു, എത്രയോ കുട്ടികളുണ്ട് ഈ പഠിപ്പൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഇൻഡസ്ട്രി ഫാഷൻ, പക്ഷേ അവർക്ക് ആ ഒരു ക്രൈറ്റീരിയ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കുന്നില്ല നമുക്കറിയാം. നമുക്ക് ഓരോരുത്തരെ അനലൈസ് ചെയ്യുമ്പോൾ അറിയാലോ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയുന്നതാണ്, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അതിനൊരിക്കലും ഐ നെവർ എവർ അതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. എനിക്ക് ഫാഷൻ ഡിസൈനിങ് ചെയ്യാൻ തന്നെയായിരുന്നു താല്പര്യം. പക്ഷേ ലൈക്ക് അന്നൊക്കെ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഫാമിലി വളർന്നു, ഊട്ടിയിലൊക്കെ പഠിച്ചു. അപ്പം അവരുടെ ചിന്താഗതി വെച്ച് നോക്കുമ്പോൾ ഇതെന്താ തുന്നപ്പീടിയ തുടങ്ങാനാണോ എൻ്റെ പ്ലാൻ എന്നില്ല. ഇപ്പൊ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഇന്നിപ്പോൾ 23 വർഷം ഞാൻ ഇവിടെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് ഞാൻ തന്നെയാണ് എൻ്റെ ഗോഡ് ഫാദർ. കോംപ്രമൈസിന്റെ സംഭവമല്ല ഞാൻ ഇപ്പോൾ വളരെ ഇതായിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വളരെ ഡെസ്പെയർ ആയിട്ട് ഇതിങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു വർക്ക് ഇതിൽ കിട്ടണം, ഇതിലേക്ക് എൻ്റർ ആവണം എന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ അപ്പർ ഹാൻഡ് ഉള്ള ഒരാൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അല്ല, അപ്പോൾ ഞാനിപ്പോൾ അവിടെ നോ പറയാം. ഓക്കെ, ഞാൻ നോ പറയുകയാണ്. ഞാനിപ്പോൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ചാൻസ് പോവും എന്നുള്ള കാര്യം എനിക്ക് ഷുവറാണ്. ആകെ കിട്ടിയൊരു ചാൻസ് ആണ്, അത് പോകും എന്നുള്ള കാര്യം ഷുവറാണ്. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഇല്ലെങ്കിൽ വേറെ എത്ര കൊറിയോഗ്രാഫേഴ്സ് ഉണ്ട്. ആരാണോ ഇതിൽ ഇൻഡസ്ട്രിയിൽ പ്രൊഫഷണൽ ആയിട്ട് ഇരിക്കുന്നത് ആളെ നോക്കിയിട്ട് അപ്രോച്ച് ചെയ്യണം. പക്ഷെ അത് അത്ര ഈസി ആണോ? ഈ പറയുന്ന പോലെ അത്ര ഈസി ആണോ? ഇന്നിപ്പോ അതാ ഞാൻ പറഞ്ഞത്. ഇതിപ്പോ നമ്മുടെ അടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം എനിക്ക് തന്നെ ഡെയിലി എന്തോരം മെസ്സേജസ് വരും. ബട്ട് ഐ ഗോ ത്രൂ ദ പ്രൊഫൈൽസ് ആൻഡ് സീ ഹൂം ഐ ക്യാൻ ഹെൽപ്പ് ഔട്ട്. അങ്ങനത്തെ ആൾക്ക് മാത്രമേ ഞാൻ റിപ്ലൈ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ എല്ലാ ദിവസവും 10-60 ആൾക്ക് മെസ്സേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി. I just check on the profiles, whom I can give a hand to help into the industry ലേക്ക് വരാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേ ഞാൻ റിപ്ലൈ കൊടുക്കാറുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അലുവിന് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നോ പോയിന്റ് ഓഫ് ഞാൻ എപ്പോഴും ഓരോരുത്തരുടെ അടുത്ത് പറയുന്നു, എത്രയോ കുട്ടികളുണ്ട് ഈ പഠിപ്പൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഇൻഡസ്ട്രി ഫാഷൻ, പക്ഷേ അവർക്ക് ആ ഒരു ക്രൈറ്റീരിയ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കുന്നില്ല നമുക്കറിയാം. നമുക്ക് ഓരോരുത്തരെ അനലൈസ് ചെയ്യുമ്പോൾ അറിയാലോ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയുന്നതാണ്, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അതിനൊരിക്കലും ഐ നെവർ എവർ അതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. അത് കളഞ്ഞിട്ട് ഇതിലേക്ക് വരുന്നത് ശരിയാവില്ല എന്നാണ് പറയുന്നത്. ശരിയാവില്ല, തീർച്ചയായിട്ടും. ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ബേസിക്, അത് നമുക്ക് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് നമ്മളെ കയ്യിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അത് എപ്പോഴും വേണമെങ്കിലും ഉപയോഗപ്പെടാം. അതുപോലെ തന്നെ കുട്ടികൾ ഞാൻ പറയാം, എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു 9th 10th ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ പാരന്റ്സിന്റെ അടുത്ത് തന്നെ പറയും, ടേക്ക് എ ബ്രേക്ക്, ലെറ്റ് ഫിനിഷ് ദ 10th അല്ലെങ്കിൽ +2 കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അതുവരെ ലിമിറ്റഡ് നല്ല നല്ല ഷോസ് വരുമ്പോൾ മാത്രം. അങ്ങനെ എന്തോരം കുട്ടികൾ എൻ്റെ അടുത്ത് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ടെന്ന് അറിയാം. സോ ഇപ്പൊ ഒരു സ്ഥലത്ത് നോ എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു ഇത് തന്നെ ഇൻഡസ്ട്രി മുഴുവൻ അങ്ങനെയെന്ന് ഞാൻ പറയാൻ സമ്മതിക്കില്ല. അല്ല, ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ, ഇപ്പൊ ഇതെല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്, നടക്കും പറഞ്ഞില്ലേ. അതിപ്പോ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അപ്പോ നമ്മള് ന്യൂസ് കാണുന്നുണ്ടല്ലോ. അതല്ല, എന്നോട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വിചാരിക്കുന്നത്, എന്റെ മൈൻഡിൽ അപ്പൊ തോന്നിയത് വളരെ ലാഘവത്തോടെയാണല്ലോ ഇത് പറയുന്നത്. വളരെ ഇറ്റ്സ് എ സിമ്പിൾ തിങ് എന്നുള്ളൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു. നടക്കാത്ത എന്താ ഇല്ലത്. ഇപ്പൊ പേപ്പറിൽ തന്നെ ഒരു ആക്ടർ തന്നെ കുറച്ച് മുന്നേ ഒരു ഇത് ചെയ്തിരുന്നല്ലോ, എനിക്ക് അങ്ങനത്തെ ഇത് അനുഭവം ഉണ്ടായി. ലൈക്ക് സോ ഇറ്റ്സ് ബിക്കമിങ് വെരി കോമൺ. ഈ ഇൻഡസ്ട്രി എന്നല്ല,
അല്ല ഇത് സ്വതവേ ജനങ്ങളിടയിൽ അതൊരു ഒരു പണ്ടൊക്കെ അല്ല ഇത് LGBT കോമൺ കമ്മ്യൂണിറ്റി കോമൺ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്കത് വളരെ ഇത് ഒരു ചെറിയ കാര്യമല്ലേ എന്നുള്ളൊരു ധ്വനി അതിൽ വരുന്നുണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ചെറിയ കാര്യം അത് ഓരോ വ്യക്തികൾ എടുക്കുന്ന രീതിയിലായിരിക്കാം. ഓരോ വ്യക്തികൾക്ക് ഹൗ ഇറ്റ്സ് ഹേർട്സ് ചിലപ്പോൾ അത് അവർക്കൊരു ട്രോമയായിട്ട് മാറാം. അതെ. അത് പക്ഷെ അതാണ് ഞാൻ അതുകൊണ്ട് ഈ ഇൻഡസ്ട്രീനെ മാത്രം നമ്മൾ എയിം ചെയ്ത് പറയരുത്. അല്ല അതെ, ഈ ഇൻഡസ്ട്രിയിൽ മാത്രം അങ്ങനെയെന്ന് ഞാൻ പറയില്ല. അതിപ്പോ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടാകും. അത് അത് എക്സാക്ട്ലി ഞാൻ പറയുന്നത് വീണ്ടും ഇതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് ഉണ്ടെന്ന് വെച്ചിട്ട് ഇൻഡസ്ട്രി മുഴുവൻ അങ്ങനെയല്ല. ദർ ആർ ഗുഡ് പീപ്പിൾ. ലുക്ക് ഔട്ട് ടു ദാറ്റ്. അങ്ങനത്തെ ആളുകൾ ചെന്ന് അന്വേഷിക്കുക. ഇഫ് ഹിസ് ലക്ക് ഇസ് ദാറ്റ് ഡെഫിനറ്റ്ലി ഹിയർ. അല്ലാണ്ട് ഇപ്പൊ വരുന്ന എല്ലാ 100 ആൾക്കാരും മോഡലാക്കാൻ പറ്റും നമുക്ക്. ഓക്കെ. അത് പിന്നെ ഒരു ഇതും ഇല്ലാണ്ട് വരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ എല്ലാവർക്കും മോഡലാവണമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഡ്രീമും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും ഒരു ഇല്ല അത് ഇൻഡസ്ട്രിക്ക്. അല്ല അത് ഞാൻ പറയുന്നത് ക്രൈറ്റീരിയാസ് ഒക്കെ ശരിയാണ്. ഞാൻ ഒരു ഇൻഡസ്ട്രിക്ക് അത് ഒരു ഇൻഡസ്ട്രിക്കും പറ്റില്ല. ആ അത് അപ്പം ശരിയാണ്. ഇപ്പം എനിക്ക് ഡോക്ടർ ആവണമെന്ന് വെച്ചാൽ എനിക്ക് ഡോക്ടർ ആവാൻ പറ്റുമോ? ഇല്ല. ഇല്ല. Well, ദർ ആർ സർട്ടൻ ക്രൈറ്റീരിയാസ്. അതിന് നമ്മൾ പഠിക്കണം, എൻട്രൻസ് എഴുതണം, പാസ്സാവണം. എന്നാലൊക്കെ MBBS ചെയ്താലും ഇത്ര വർഷം 5 വർഷം പഠിച്ചു കഴിഞ്ഞ് പിന്നെയും MD ചെയ്യുന്നു. ദർ ആർ സർട്ടൻ ഓക്കെ. ക്രൈറ്റീരിയസ്. അല്ലാണ്ട് ഈ വരുന്ന എല്ലാ ജനങ്ങൾക്കും ഇപ്പൊ മോഡൽ ആവണം എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ഞാൻ ഇത് സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. എനിക്ക് മോഡൽ ആവണം, എന്നെ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നാൽ പിന്നെ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും മോഡൽ ആയിക്കൂടെ? നോ, ദർ ആർ സർട്ടൻ ക്രൈറ്റീരിയാസ്. നമ്മൾ അതൊക്കെ അത് ഫസ്റ്റ് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞ ആദ്യം നമ്മളെ അനലൈസ് ചെയ്യണം. അല്ല ഞാൻ ഓക്കെ അത് ഓക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ സെക്ഷൽ അബ്യൂസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതൊരു ചെറിയ കാര്യമില്ല എന്നൊരു ധ്വനി അതിൽ വരുന്ന പോലെ എനിക്ക് തോന്നി. ചെറിയ കാര്യം എന്നല്ല ഞാൻ പറഞ്ഞത്. ആ. അതിപ്പോ എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്നുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും നടക്കുന്നുണ്ടാവും. ഇത് ഇത് അല്ല മോഡലിംഗ് മാത്രമല്ല. പുതിയൊരാൾ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് എക്സ്പെക്ട് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ ഉണ്ടായേക്കാം. എക്സ്പെക്ട് ഒന്നും ചെയ്യണ്ട. അതാ ഞാൻ പറഞ്ഞത്, വീണ്ടും നല്ല ആളുകൾ ആരാണോ ഇൻഡസ്ട്രിയിൽ പ്രൊഫഷണൽ ആയിട്ട് ഇരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ നോക്കുക. ഓക്കെ. അതാണ് ഞാൻ പറയുന്നത്. ഇൻഡസ്ട്രിയിൽ പ്രൊഫഷണൽ ആയിട്ട് ഇരിക്കുന്ന എത്ര കൊറിയോഗ്രാഫേഴ്സ് ഉണ്ട്, എത്ര ഗ്രൂമേഴ്സ് ഉണ്ട്, അവരുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ നോക്കുക. അല്ലാണ്ട് ഈ അൺപ്രൊഫഷണൽ ആയിട്ട് ഇരിക്കുന്ന ആളുകളുടെ അടുത്ത് എത്തിപ്പെട്ട് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് കിട്ടിയിട്ട് ഇൻഡസ്ട്രി മുഴുവൻ അങ്ങനെയെന്ന് പറയാൻ നോ, ഇറ്റ്സ് എ ബിഗ് നോ. ഓക്കെ. ഓക്കെ. സോ യു ആർ എ പാർട്ട് ഓഫ് ക്യൂർ കമ്മ്യൂണിറ്റി. പക്ഷേ ഇപ്പോൾ ഒരു വലിയ രീതിയിലുള്ളൊരു ഹേറ്റഡ് ഇതിന് വരുന്നുണ്ട് ക്യൂർ കമ്മ്യൂണിറ്റിയെ പറ്റി. ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇത് ശരിയല്ല ആകെ 2 ജെൻഡറേ ഉള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ. എന്താണ് അതിനോടുള്ള അഭിപ്രായം? എവറി ഹ്യൂമൻ ബീങ് ഹാവ് എ റൈറ്റ്സ് ടു ലിവ്, അല്ലേ? ഇപ്പൊ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഇന്നിപ്പോ 23 വർഷം ഞാൻ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ ഗോഡ് ഫാദർ. എനിക്കൊരു ഗോഡ് ഫാദർ. ഫോർ മീ, ഞാനൊരു ഭയങ്കര സെൽഫ് ലവ് പേഴ്സണാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്ന കഴിഞ്ഞിട്ട് ചിലപ്പോൾ എൻ്റെ അമ്മേനെ പോലും ഞാൻ സ്നേഹിക്കുന്നുണ്ടാവും. ഓ, പാർട്ണർ ഉണ്ടോ? ഇല്ല. ഇല്ല. ഐ എം എ സെൽഫ് ലവ് പേഴ്സൺ. അതുകൊണ്ട് എന്താണെന്നറിയോ, ഇന്ന് ഈ ലോകത്ത് ഒരു വ്യക്തിക്ക് എന്നെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. കാരണം ഞാൻ എന്നെ സ്നേഹിക്കുന്ന നമ്മളെ വേദനിപ്പിക്കാൻ ഒരിക്കലും നോ വൺ വിൽ ഡു ദാറ്റ്. അപ്പം എന്നെ വേദനിപ്പിക്കാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കാറില്ല. അതുകൊണ്ട് എന്നും രാവിലെ ഞാൻ എണീച്ച് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഡെയിലി എവറി ഡേ ഞാൻ നിന്ന് പറയുന്ന ഒരു കാര്യം, ദാദു, യു ആർ സോ ബ്യൂട്ടിഫുൾ, യു ആർ ദ ബെസ്റ്റ്, യു ആർ എ ഗോഡ് ഗിഫ്റ്റ് ചൈൽഡ്. ഇതാണ് ഞാൻ ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ഭയങ്കര എന്ന് പറഞ്ഞാൽ 100-ൽ 101 എന്ന് പറയാം. ഐ എം എ സെൽഫ് ലവ് പേഴ്സൺ. ഈ 23 വർഷത്തെ കരിയറിൽ ഫോർ മീ ദ അച്ചീവ്മെന്റ് വാട്ട് ഐ ഗോട്ട് ഇറ്റ്സ് ലൈക്ക് റീസെന്റ് എനിക്ക് കഴിഞ്ഞ ഫെബ്രുവരി 2 ദുബായിൽ വെച്ചിട്ട് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടി. ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ് ഇൻ ഫാഷൻ. ഈ ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ് ഇൻ ഫാഷൻ എന്ന് പറയുമ്പോൾ 20 വർഷം ഞാൻ എന്താണ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത്, എന്താണ് ഞാൻ ഇൻഡസ്ട്രിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തത്, ഇത് വെച്ചിട്ടാണ് അവർ അതിനെപ്പറ്റി റിസർച്ച്. അല്ല ഞാൻ ചോദിച്ചത് ഈ ക്യൂർ കമ്മ്യൂണിറ്റിയെ പറ്റി ഇപ്പോൾ ഭയങ്കര രീതിയിൽ ഹേറ്റഡ് ഉണ്ടായി വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഹേറ്റഡ് ഉണ്ടാവാനുള്ള ഒരു റീസൺ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിപ്പോ ഹ്യൂമൻ ബീങ്സിന് തമ്മിൽ അങ്ങോട്ട് ഏതൊരു ഹ്യൂമൻ ബീങ് ആണ്, ഒരാണാണ് തമ്മിലും പെണ്ണാണെങ്കിലും ഒക്കെ അങ്ങോട്ട് ഹേറ്റഡ് ഉണ്ട്. അല്ല ഇപ്പോ കാരണം we start ruling it. We start conquering the world. അതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും ഒരു സേഫ്റ്റി കുറവ് തോന്നിയിരിക്കാം അതർ ജെൻഡേഴ്സ്. ഓക്കെ.
അതർ ജെൻഡേഴ്സ് എന്ന് പറയുമ്പോ ഇപ്പോ LGBT കുറെ ജെൻഡേഴ്സ് വരുന്നുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് മെയിൻ. മെയിൽ ആൻഡ് ഫീമെയിൽ. ഇപ്പോ നമ്മളിപ്പോ മരിച്ചുപോയി നോക്കുക, ഞാനും താങ്കൾ മരിച്ചുപോയി നോക്കുക, ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു DNA ടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 ജെൻഡേഴ്സ് അല്ലേ ഉള്ളൂ. ഓക്കെ, യാ. ഓക്കെ, അപ്പൊ പക്ഷെ അത് എന്റെ തീരുമാനമല്ലേ ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ആ ആണ്, ഓക്കെ, അത് തീർച്ചയായിട്ടും ശരിയാണ്. നിങ്ങൾ തീരുമാനിക്കുന്നില്ലേ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ഞാൻ എതിരല്ല, ഞാൻ ഞാൻ പറയാം. പറഞ്ഞത് ഓക്കെ. അത് ഓരോ വ്യക്തിന്റെ തീരുമാനമാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, അല്ലേ? ഇപ്പം സോ അതിപ്പം ഇപ്പോഴല്ല, ലക്നോ പൂർവ്വ കഥകളിലെയും നമ്മൾ ഈ LGBT കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടൊക്കെ കഥകൾ നമ്മളെ ഇതിലേ ഉണ്ട്. താങ്കൾ ഇതിന്റെ ഒരു ഭാഗമാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായത് ഏത് പ്രായത്തിലാണ്? ഇതിന്റെ ഒരു ഭാഗം എന്നല്ല ഞാൻ അല്ല, ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായത് ഏത് ഏജിലാണ്? അതൊരു ഏജ് എന്നല്ല. when we grown up, we know that there's certain, like, no, we always like to dress up, we always likes to do the makeup. So more than a thing quality, ഞാൻ എന്താ വെച്ചാൽ ഞാൻ കൂടുതൽ ഇവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. I do, കാരണം ഞാൻ ഒത്തിരി പേർക്ക് I talk to them every day. ഓക്കെ. എന്നെ മുന്നിൽ കണ്ടു നിൽക്കുന്ന എത്രയോ വ്യക്തി, ഞാൻ എൻ്റെ കൂടെ ജീവിച്ചു വളർന്ന, ഞാൻ എടുത്തു വളർത്തിയ ഒരു കുട്ടി എന്ന് തന്നെ പറയാം. ഇന്ന് സ്വീറ്റി ബെർണാഡ്, കേരളത്തിലെ ആദ്യത്തെ ന്യൂസ് റീഡർ, ഞാൻ വളർത്തിയൊരു കുട്ടിയാണത്. ഓക്കെ. when I met her, she was in the streets. അവിടുന്ന് ഞാൻ എടുത്തു, ഞാൻ വളർത്തി, ഞാൻ പഠിപ്പിച്ചു. And now she's one of the, like, leading, one of the first news reader of, അങ്ങനെ എത്രയോ പേര് ഞാൻ കൊണ്ടുവന്ന്, ഫാഷൻ മലയാളം മേക്കപ്പ് ആർട്ടിസ്റ്റുകളും, അങ്ങനെ കുറെ പേര് നമ്മൾ കൈകോർത്ത്. They're all human beings, they all have the rights to live in this world. ഓക്കെ. അപ്പം അങ്ങനെ ഇപ്പൊ ഒരു ഇന്ന ജെൻഡറിന് മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഒരിക്കലും ഇല്ല. അല്ല, ഇങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ തീർച്ചയായിട്ടും, കാരണം അങ്ങനെ കുറെ ന്യൂസസ് വന്നു, നമുക്ക് ഇതിന്റെ ബില്ല് പാസ്സായി, വീണ്ടും അത് ക്യാൻസൽ ചെയ്യുന്നു പറഞ്ഞു, വീണ്ടും അത് റീടേക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു അവകാശമുള്ളത് ലോകം. അല്ല, ഇപ്പോ പലരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീനേജ് ഒക്കെ കഴിയുന്ന ടൈമിലാണ് ഇങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നതെന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇത്തരത്തിലൊരാളാണെന്നുള്ളൊരു തോന്നൽ വരുന്നതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ജെൻഡർ ചേഞ്ച് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്, ചെയ്യാറുണ്ടല്ലോ, ജെൻഡർ ചേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റിൽ ഇങ്ങനെ കണ്ടു, ഇങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായി അവർ ജെൻഡർ ചേഞ്ച് ചെയ്തു, അതിനുശേഷം പിന്നീട് അവർക്ക് വീണ്ടും തിരിച്ചറിവുണ്ടായത്, അതായത് ഈ ജെൻഡർ ചേഞ്ച് ചെയ്തു തിരിച്ചു പോകണം എന്നുള്ളത്. അതിപ്പം ഇതിന്റെ ഒരു ലോജിക്ക് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ചിലപ്പോൾ ഹോർമോൺ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഞാനിപ്പം ആണായിരുന്ന ഒരാളാണ്, അയാൾ തിരിച്ച് പെണ്ണായിട്ട് മാറി, അതിനുശേഷമാണ് അയാൾക്ക് വീണ്ടും തിരിച്ചറിവ് ഉണ്ടാവുന്നു ആണാവണം എന്നുള്ളത്. അങ്ങനെ പെട്ടൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ വളരെ ചുരുക്കം പേരെ കേട്ടിട്ടുള്ളൂ, 1-2 പേരൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. മിക്കവരും ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ ഇതിലെന്ന് വെച്ചാൽ ഗവൺമെന്റ് കൗൺസിലിങ്ങും അങ്ങനെ കുറെ കൗൺസിലിങ്ങും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തിനാണ്? ലൈക്ക് ബിഫോർ ദ ഗെറ്റിംഗ് ടു ഒരു ഹോർമോൺ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർക്ക് കുറെ കൗൺസിലിംഗ്, ഗവൺമെന്റിന്റെ അടുത്ത് തന്നെ കുറെ സ്ഥലങ്ങളുണ്ട് അവർക്ക് ഇതിനായിട്ട് കൗൺസിലിംഗ് കൊടുക്കുന്നതൊക്കെ, ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് വിൽ ബി. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി എനിക്ക് തോന്നില്ല പോയിരുന്ന വ്യക്തികൾ വീണ്ടും അതിലേക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അന്നേരം ഈ തോന്നൽ തെറ്റാണെന്നല്ലേ അത് പറയുന്നത്? എനിക്കിതിന്റെ ലോജിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഒരു തിരിച്ചറിവുണ്ടായി, ഇത് ചെയ്തു, പിന്നീട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആണാവണം എന്ന് പറയുന്നു. അതെന്താ? ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഞാനിപ്പോ ഒരു പോഡ്കാസ്റ്റിൽ ഒരാൾ പറയുന്നു, ഞാൻ അങ്ങനെ നോക്കിയതാണ്. കാരണം ഞാൻ കണ്ടോടത്തോളം, ഞാൻ അറിഞ്ഞോടത്തോളം, എന്റെ കൂടുതലുള്ള എല്ലാവർക്കും ഹാപ്പി, അവർക്ക് അതിലേക്ക് തിരിച്ചു പോകണമെന്ന് ഒരിക്കലും തോന്നിയിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ. ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഈ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫാഷനും ആയിട്ട് ഡിഫറൻസ് ഉണ്ടല്ലോ. ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴും ഫിലിമിലേക്ക് ഇപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു ഡിസിഷൻ എടുക്കുന്നതും കാര്യങ്ങളും? ഇപ്പം ഒരു ഫിലിമിലേക്ക് വരികയാണ്, ക്യാരക്ടേഴ്സിന് ചെയ്യണം, കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യണം, അതിന്റെ ഒരു ഡിസിഷൻ എങ്ങനെയാണ്? കോസ്റ്റ്യൂം ഡിസൈനിങ് ഞാൻ മെയിൻലി ഐ മീൻ ടു ദ കാസ്റ്റിംഗ്, ഞാൻ ഗ്രൂമിങ് ഒക്കെ. ഇപ്പം ഞാൻ മലയാളം എന്തുകൊണ്ട് മോഡലിംഗ് ഇൻഡസ്ട്രിയിലെ കുട്ടികൾക്ക് വേഗം മൂവി ഇൻഡസ്ട്രിയിലേക്ക് കയറാനുള്ളൊരു എളുപ്പ മാർഗം എന്ന് വെച്ചാൽ, ഇവിടെ മോഡലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവർക്ക് ഓൾറെഡി ആ ഒരു ഫിയർ അവരെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവും. കാരണം അവര് ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് നിൽക്കുന്നതും ഒരു 1000 ആളെ മുന്നിൽ റാമ്പിൽ നടക്കുന്നതും രണ്ടും ഫീലാണ്.
മനസ്സിലായി. സോ ഈ ഒരു മോഡൽസിന് ഇത് ഓൾറെഡി ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടാവും. ദേ നോ ഹൗ ടു ബി ഇൻ ദ പബ്ലിക്. അവർക്ക് ആ ഒരു ഫിയർ മാറും അവരെ ബോഡിന്ന്. ഉം. അപ്പോൾ അവർക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ എളുപ്പം. അതുകൊണ്ട് തന്നെയാണ് മിക്ക ഇന്നിപ്പം മലയാളം ഇൻഡസ്ട്രിയിൽ നോക്കിയാൽ മിക്കവരും മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ കൂടെ വന്ന കുട്ടികൾ തന്നെയാണ്. 2008 റീമ, അമല പോൾ, ന്യൂറിൻ ഷെറി, പ്രിയ വാര്യർ, ദുർഗ കൃഷ്ണ, ഐശ്വര്യ ലക്ഷ്മി, ഉം. മറീന മൈക്കൽ, നേഹ സക്സേന, ഇവരൊക്കെ മോഡലിംഗ് കൂടെ വന്ന കുട്ടികളാണ്. പക്ഷെ ഇതൊന്നും ആക്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഘടകമാണോ മോഡലിംഗ്? അല്ലല്ലോ. തീർച്ചയായിട്ടും അതാ ഞാൻ പറയാൻ കാരണം. ആ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഒരു ഫിയർ അവര് മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഉം. കാരണം ഇവര് ഷോ ചെയ്യുമ്പോൾ ഇവര് 1000 കണക്കിന് ഓഡിയൻസിന് മുന്നിലാണ്. അപ്പം തന്നെയാണ് ഇവർക്ക് അവരെ ക്യാമറ ഫിയർ ഓക്കെ, അത് മനസ്സിലാവും. പക്ഷെ ആക്ടിംഗ് എന്ന് പറയുന്നത് entirely different. ഡെഫിനറ്റ്ലി അതിനൊരു ഒരു ഇന്നിപ്പോ സ്കില്ലിൽ എല്ലാവർക്കും ഒരു സ്കില്ല് ഉണ്ടാവും. അതൊന്ന് പോളിഷ് ചെയ്തെടുത്താൽ ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ്. അത്രയും സിമ്പിൾ ആണ് ആക്ടിങ്. അത്രയും സിമ്പിൾ ആണ് എന്റെ ഇതിൽ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഞാൻ 3 മൂവി ചെയ്തു. ഓക്കെ. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്തത് മോഹൻകുമാർ ഫാൻസ്. യാ. സി നമുക്ക് ആ ഒരു ഫിയർ ഉണ്ടാവാൻ പാടില്ല എന്നേ ഉള്ളൂ. ആ ഫിയർ ഇല്ലെങ്കിൽ യു ക്യാൻ ഗെറ്റ്. അവിടെ ഒരു ഫിയർ ഇല്ലെങ്കിൽ ഔട്ട് ഓഫ് 100 50% 60% നിങ്ങളുടെ കാര്യങ്ങൾ ഈസിയാ. അപ്പോൾ അവിടെയാണ് ഈ കുട്ടികൾക്ക് അവർക്കൊരു പ്ലസ് പോയിന്റ് കിട്ടുന്നത് വെച്ചാൽ ദേ ഓൾറെഡി ഫിയർലെസ്. കാരണം അവര് ഇപ്പം ആഡ്സ് ചെയ്യുമ്പോൾ അവർ ക്യാമറനെ ഇഷ്ടംപോലെ ക്യാമറ ഫേസ് ചെയ്യുന്ന കുട്ടികളാണ് അല്ലെ. ആഡ്സും കമേഴ്ഷ്യൽ ആണെങ്കിലും പ്രിന്റ് ആണെങ്കിലും ഒക്കെ അവർക്ക് ക്യാമറ ഫേസ് ചെയ്തിട്ടും ഈ ടേക്കും കട്ടും കേട്ടും ഒക്കെ നല്ല പരിചയമുള്ള കുട്ടികളാണ്. അപ്പൊ അവൾക്ക് മൂവീസിലേക്ക് വരുമ്പോൾ ദേ ഫൈൻഡ് ഇറ്റ് വെരി ഈസി. അപ്പോൾ ഡയറക്ടേഴ്സിനും എളുപ്പമാണെന്നാണ് ഞാൻ സംസാരിച്ചിരുന്ന എല്ലാ ഡയറക്ടേഴ്സും പറയുന്നത്. ഇവരെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. അവർക്ക് ഗ്രാസ്പിംഗ് പവർ വേഗം ഇറ്റ് ഈസ് മോർ. ഓക്കെ. ഇപ്പോ ഇൻഡസ്ട്രിയിൽ വരുമ്പോ ഒരു ഒരു കാര്യത്തിന് മാറ്റം ഉണ്ടാവണം നിങ്ങൾ അധികമായിട്ട് ആഗ്രഹിക്കുന്ന, എന്നാൽ അത് ഇതുവരെ മാറിയിട്ടില്ലാത്തൊരു കാര്യം എന്താണ്? എന്തെങ്കിലും ആ കാര്യം, ഒരു സ്പെസിഫിക് തിങ്, അതിന് ചേഞ്ച് ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നുണ്ട്, കുറെ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്, പക്ഷെ അത് ഇതുവരെ മാറിയിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഇവിടെ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഇവിടെ ഫാഷൻ ഷോസിന് മെയിൻ എന്താ ഞാൻ പറഞ്ഞുതരാം. മെയിൻ ഡിഫറൻസ് എന്താ വരുന്നത് വെച്ചാൽ ഇവിടെ ഒരു ഫാഷൻ ഷോ എന്ന് പറയുമ്പോൾ മോഡലിനാണ് ഇമ്പോർട്ടന്റ്. അവിടെ ആ കോസ്റ്റ്യൂമിനല്ല ഇമ്പോർട്ടന്റ് വരുന്നത്. മോഡലിനാണ് ആളുകൾ വേഗം. ഇപ്പൊ നിങ്ങളാണെങ്കിൽ പോലും ഷോന് പോയിരിക്കുമ്പോൾ കോസ്റ്റ്യൂം ആണോ നോക്കുക, പെൺകുട്ടീന്റെ മുഖത്തേക്കല്ല നോക്കുക. സത്യം പറഞ്ഞോ? അതെ. അല്ല, ഞാൻ അങ്ങനെ ഡീപ്പായിട്ട് ഇത് ഫോളോ ചെയ്യുന്ന ആളല്ല. ജസ്റ്റ് ആസ്കിങ് യു ആസ് എ വ്യക്തി, നിങ്ങൾ പോയിരിക്കുമ്പോ നിങ്ങൾ എന്താ നോക്കുന്നത്? ഓ, ആ പെൺകുട്ടി കൊള്ളാൻ കാണാൻ അല്ലേ? അല്ല, അത് ഞാൻ എബ്രോഡ് ആയാലും ഇവിടെ ആയാലും നമ്മൾ പെൺകുച്ചിനായിരിക്കും നോക്കുന്നത്. അതെ, നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ നോക്കിക്കൊള്ളുന്നുണ്ട്. അവിടെ ഒരു ഫാഷൻ വീക്കോ ഒരു ഫാഷൻ ഷോ എന്ന് പറയുമ്പോൾ കോസ്റ്റ്യൂംസിനാണ് ഇമ്പോർട്ടന്റ്. അവിടെ മോഡൽസ് ആർ ജസ്റ്റ് ഹാങ്ങേഴ്സ്. ഒരു ഹാങ്ങർ ഡ്യൂട്ടി എന്താ, ഒരു ഗാർമെന്റ് നന്നായി ഹാങ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഫോറിനിലൊക്കെ കാണുമ്പോൾ കണ്ടില്ല, മോഡൽസിന് ഒരു എക്സ്പ്രഷനും ഉണ്ടാവില്ല. ദേ ആർ ലുക്കിംഗ് ടു ദേ ഹാവ് എ ആറ്റിറ്റ്യൂഡ് ഫേസസ്. കാരണം അവിടെ മോഡൽ ജസ്റ്റ് ഒരു ഹാങ്ങറാണ്. അവിടെ മോഡൽസിന് ഇമ്പോർട്ടൻസേ ഇല്ല, ഗാർമെന്റിനാണ് ഇമ്പോർട്ടൻസ്. അതാണ് ആ ഒരു വ്യത്യാസം കേരളത്തിൽ വരുന്ന. എല്ലാരും ആ ഒരു കണ്ണുകൂടെ നിന്റെ പോലെ മോഡൽസിനെ നോക്കാണ്ടില്ലേ വേറെ ടെലികാസ്റ്റ് ചെയ്യണം കേട്ടോ. സുന്ദരിയായ ഒരാളെ കാണുമ്പോ നമ്മൾ നോക്കുമല്ലോ, അത്രേ ഉള്ളൂ. അതിപ്പോ എബ്രോഡ് ആയാലും കോസ്റ്റ്യൂം ആയിരിക്കില്ല ശ്രദ്ധിക്കുക, ഫാഷൻ വീക്സ് അവിടെ ഏതൊരു ഷോന് പോയാലും അവിടെ നിങ്ങൾ FTV ഒക്കെ എടുത്ത് നോക്കൂ, ഗാർമെന്റ്സിനാണ് ഇമ്പോർട്ടന്റ്. പക്ഷെ നീ FTV കാണുമ്പോ വേറെ നോക്കുന്നില്ല, എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടിട്ടില്ല. രാത്രി 12 മണിക്ക് കാണുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇവൻ FTVയിൽ വെറും ലോഞ്ചറി ഷോ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. ഗൈസ്, ഐ കാന്റ് ഹെൽപ്പ് ഇറ്റ്. അപ്പൊ പിന്നെ എവിടെ ഫാഷൻ ഉണരും? നിങ്ങൾ എങ്ങനെ ഫാഷൻ വളരും കേരളത്തില്? എന്നെ കണ്ടിട്ട് എനിക്ക് ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ഇല്ല. എന്തുകൊണ്ടാണ്? അതാ ഞാൻ പറഞ്ഞു, ആദ്യം ഇതിനെ സെൽഫ് അനലൈസ് ചെയ്യൂ. എനിക്കറിയില്ല, ഞാൻ അതുകൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല, യു ക്യാൻ ട്രൈ ലൈക്ക് യു ക്യാൻ ട്രൈ ഔട്ട് ദ പ്രിന്റോ. അങ്ങനത്തെ ഒരു റാമ്പിൽ നടക്കാൻ പറ്റില്ല എനിക്ക്. എന്തായിരിക്കും സർട്ടൻ ക്രൈറ്റീരിയ? ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, ലൈക്ക് യു ഹാവ് ടു ബി ഹാവ് സർട്ടൻ ഹൈറ്റ്, ഒരു 6 feet ഹൈറ്റ്, 5'11" ഹൈറ്റ്. യുവർ വെയിറ്റ് ഷുഡ് ബി 32. 32 വേസ്റ്റ് ആയിരിക്കണം. 32 വേസ്റ്റ്. ഞാൻ വെയിറ്റ് എന്നാ വിചാരിച്ചത്. 30 to 32 വേസ്റ്റ് ആയിരിക്കണം. ബിറ്റ്വീൻ 30 and 32 വേസ്റ്റ്. അതാണ് എന്റെ ആണിന്റെ വേസ്റ്റിന്റെ. അല്ലാണ്ട് 36 വേസ്റ്റ് ആയിട്ട് എനിക്ക് അല്ല. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ഇവിടെ അവർ ഇതൊന്നും ഫോളോ ചെയ്യാണ്ട് ഞങ്ങക്ക് മോഡൽ 36 ഒന്നും ഇല്ല കേട്ടോ.
അല്ല ഞാൻ ബേസിക് പറഞ്ഞത്. ആ, ഐ ഓക്കെ. സെഡ് ജനറലി ആൻഡ് യു ഷുഡ് ഹാവ് യുവർ ഷോൾഡർ ഷുഡ് ബി 40. 40 ഓക്കെ. അങ്ങനത്തെ ഒരു പ്രിക്കോഷൻ ലൈക്ക് അങ്ങനത്തെ ഒരു സർട്ടൻ കാൽക്കുലേഷൻസ് ഒക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. ഈ ഈ മോഡൽസ് എല്ലാവരും റാമ്പിലേക്ക് വരുമ്പോഴത്തേക്ക് അവരൊരു സ്റ്റബോൺ ഫേസ് ആയി ഇങ്ങനെ ഒരു വികാരം ഇല്ലാത്ത മുഖമായിരിക്കും വെക്കാറുള്ളത്. എന്തുകൊണ്ടാണ്? അതാ ഞാൻ പറഞ്ഞത്. ഏ സി ദേ ആർ ജസ്റ്റ് ഹാങ്ങേഴ്സ്. ഓക്കെ. ദേ ആർ കോൾഡ് ദ ഹാങ്ങേഴ്സ്. ഉം. അതിൽ നമ്മളാണ് ഇന്ത്യയിലാണ് നമ്മൾ അതിനെ കുറച്ച് ചേഞ്ചസ് ഒക്കെ മാറ്റി വരുത്താൻ കാരണം ഇപ്പൊ ഒരു എത്തനിക് വെയർ, ഒരു ട്രഡീഷണൽ സാരി, ലെഹങ്കാസ് ഇതൊക്കെ ഇട്ടിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കൂടെ വരുമ്പോൾ ആളുകൾ തീർച്ചയായിട്ടും they are not start liking it. അതുകൊണ്ട് അപ്പം നമ്മളിപ്പോ മോഡൽസിൻ്റെ അടുത്ത് ചെറിയൊരു സ്മൈൽ ഫേസിൽ ഒരു ഹാപ്പിനെസ് ഫേസ് ഒക്കെ വെക്കാനൊക്കെ ഉം. തുടങ്ങും. അതുകൊണ്ടാണ് ബിക്കോസ് ദ മോഡൽസ് ഇസ് കോൾഡ് ആസ് എ ഹാങ്ങേഴ്സ് വെൻ ഇറ്റ് കംസ് ടു ദ ഫാഷൻ ഷോ. ഇതുകൊണ്ട് ഈ ഒരു ഒറ്റ റീസൺ കൊണ്ട് മാത്രമാണോ അവര് മുഖം അങ്ങനെ വെക്കാറ്? ഓക്കെ. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ 23 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇത് ക്വിറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഹെക്ടിക് ആണ്. ഒരിക്കലും ഇല്ല. ഇല്ല. ഒരിക്കലും എനിക്ക്, കാരണം അതാ ഞാൻ ഓരോ ഷോ ചെയ്യുമ്പോഴും എനിക്ക് ഏത് ഷോ ചെയ്യുമ്പോഴും ഞാൻ ഇപ്പോൾ മോർ ദാൻ 1400 സംതിങ് ഷോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി 430 സംതിങ് ബ്യൂട്ടി പാജൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. 7,000 മോഡൽസിനെ ഞാൻ ഗ്രൂം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓരോ ഷോ ചെയ്യുമ്പോഴും അത് എൻ്റെ ആദ്യത്തെ ഷോ ആയിട്ടാണ് ഞാൻ കണക്കാക്കുക. ഓക്കെ. ആ ഒരു ടെൻഷനും ബട്ട് ഐ എൻജോയ് ഇറ്റ്. ഉം. ഒരിക്കലും എനിക്കിതൊരു ടയർഡ്നെസ്, അയ്യോ ഷോ ചില ദിവസങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യാണ്ട് ഇപ്പം ലൈക്ക് 4 ദിവസം 5 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഷോ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ 2-3 മണിക്കൂറൊക്കെ ഉറങ്ങാൻ സമയം കിട്ടാറുള്ളൂ നമുക്ക്. എന്നാൽ പോലും അതിനൊരിക്കലും എനിക്കൊരു ക്വിറ്റ് ചെയ്യണം എന്ന് എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ആഗ്രഹം മരിക്കും പോലും ആ ഒരു റാമ്പിൽ കിടന്ന് മരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സത്യം. ഐ ജസ്റ്റ് ഡെഡിക്കേറ്റഡ് മൈ ലൈഫ് ഫോർ ദാറ്റ്. ഓക്കെ. ഇതിന്റെ ഈ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് എപ്പോഴാണ് മനസ്സിലായത്? ഇങ്ങനൊരു മേക്കപ്പ് അല്ലെങ്കിൽ ഈ അല്ല, ഒരു ഫാഷൻ? മേക്കപ്പിന്റെ ഇല്ല, ഫാഷന്റെ ഇല്ല. ഞാൻ ചെറുപ്പത്തിൽ ഓൾവേസ് ലവ് ടു ഡ്രസ് അപ്പ് ഡിഫറെന്റ്. കാരണം ഞാൻ അന്നൊക്കെ എൻ്റെ ലൈക്ക് വെൻ ഐ എം ഡൂയിങ് 8th 9th ഞാൻ എല്ലാ മമ്മീൻ്റെ പട്ട് സാരീസും കട്ട് ചെയ്ത് അന്നേ ഞാൻ ഷർട്ടിന് മേലെ ഡിസൈൻ. അന്ന് ആകെ 2 കളേഴ്സേ കാണുള്ളൂ നമ്മൾ, ഓഫ് വൈറ്റ്, മെറൂൺ. ഈ 3 കളറേ സിൽക്കിൽ ഷർട്ട്സ് കാണും. ഞാൻ അന്നേ ഇടുന്നത് പിങ്ക്, വയലറ്റ്, പച്ച. കാരണം മമ്മീന്റെ എല്ലാ പട്ട് സാരീസ് എൻ്റെ ഷർട്ടും കുർത്തയൊക്കെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ അപ്പൊ ആ സമയത്ത് ഐ വുഡ് ലവ് ടു ജോയിൻ. എനിക്ക് ഫാഷൻ ഡിസൈനിങ് ചെയ്യാൻ തന്നെയായിരുന്നു താല്പര്യം. പക്ഷേ ലൈക്ക് അന്നൊക്കെ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഫാമിലി വളർന്നു, ഊട്ടിയിലൊക്കെ പഠിച്ചു. അപ്പം അവരുടെ ചിന്താഗതി വെച്ച് നോക്കുമ്പോൾ ഇതെന്താ തുന്നപ്പീടിയ തുടങ്ങാനാണോ നിന്റെ പ്ലാൻ എന്നില്ല. അങ്ങനെ അതെ. ഐ ഡോണ്ട് ബ്ലെയിം ദം ബിക്കോസ് അത്രയും നോ. പക്ഷേ ഞാൻ ഡിഗ്രി ഹോട്ടൽ മാനേജ്മെന്റാ ചെയ്തിരുന്നത്. പ്ലസ് ടു കഴിഞ്ഞ് നേരെ ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്തു. കാരണം അച്ഛനൊരു ഹോട്ടലായിരുന്നു. അതിനെ കൊണ്ട് ഐ ജസ്റ്റ് വാണ്ട് ടു ഹാപ്പനിങ്. പക്ഷേ ഇതായിരുന്നു എൻ്റെ ഉള്ളിലെ പാഷൻ. ഞാൻ അതിന് വേണ്ടിയിട്ട് അതിനേക്കായിരുന്നു എൻ്റെ കോൺസെൻട്രേഷനും എൻ്റെ വർക്കും. പിന്നെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിച്ചു. ആൻഡ് ഗോഡ് ഗിഫ്റ്റഡ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് എത്തിപ്പെട്ടു. ഓക്കെ. അങ്ങനെ എത്തിപ്പെട്ടു. ചെന്നൈ ആണ് ആക്ച്വലി എനിക്ക് ഗേവ് മീ ദ ഫെയിം. ഓക്കെ. ഓക്കെ. അല്ല, ഇപ്പോൾ ചെറുപ്പത്തിലേ തന്നെ ഇങ്ങനെ സാരി വെട്ടി ഡ്രസ്സ് ഇടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് കുഞ്ഞിലേ തന്നെ ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് ഇപ്പോൾ നീ എന്തിനിത് ചെയ്യുന്നു ഐ എന്നുള്ളതല്ല. ഡോണ്ട് കെയർ. ഇല്ല. ഞാൻ അങ്ങനെ അത് ആരെന്തെങ്കിലും പറഞ്ഞാൽ അതിന് ചെവി കൊടുക്കുന്ന വ്യക്തിയേ അല്ല. അല്ല, ചെറുപ്പത്തിലാണെങ്കിൽ പോലും അന്നൊക്കെ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കാരണം നല്ല കാണാത്ത കളർ കുർത്ത ഞാൻ ഇടുന്നു, കാണാത്ത കളർ ഷർട്ട് ഇടുന്നു. അപ്പൊ എല്ലാരും അന്ന് എപ്രിഷിയേറ്റ് ചെയ്തിട്ടുള്ളൂ ട്ടോ. എനിക്ക് അങ്ങനെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എല്ലാരും എപ്രിഷിയേറ്റ്, നല്ല രസമുണ്ട്, നീ ഫാഷൻ ഡിസൈനിങ് ലൈക്ക് ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങണം. അന്ന് അവർക്കൊന്നും അത്ര പറയാൻ അറിയില്ലെങ്കിൽ എന്റെ കസിൻസ് ഒക്കെ പറയുന്നു. കാരണം അവർക്ക് എന്റെ സെലക്ഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന്. അല്ല, ബീങ് എ ഡിഫറെന്റ് പേഴ്സൺ, അതായത് ഇപ്പൊ സോ കോൾഡ് നോർമൽ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണല്ലോ. അപ്പോ ഈ എനിക്ക് അങ്ങനെ കുറ്റപ്പെടുത്തലുകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെ നിൽക്കുന്ന ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരുപാട് കുറ്റപ്പെടുത്തൽ. അങ്ങനത്തെ ഒരു ഇത് എനിക്ക് ഉണ്ടായിട്ടില്ല. തീർച്ചയായും എനിക്കറിയില്ല, എനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ. ആളുകൾ പറയുന്നുണ്ട്, എന്റെ മുന്നിൽ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഓക്കെ. എന്റെ മുന്നിൽ ഇതുവരെയും പറഞ്ഞില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഐ എം ലൈക്ക് സെൽഫ് മെയ്ഡ് പേഴ്സണാണ് ഞാൻ. എനിക്കൊരു ഗോഡ് ഫാദർ ഇല്ല. ഞാനാണ് എൻ്റെ ഗോഡ് ഫാദർ. എൻ്റെ ഓരോ വീഴ്ചകളിൽ നിന്ന് ഞാൻ പഠിച്ചത്, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ഓരോ വീഴ്ചകളിലും ഞാൻ എണീക്കുമ്പോൾ അടുത്ത അതേ വീഴ്ചയിൽ ഞാൻ വീഴില്ല എന്നില്ല ഞാൻ ശ്രദ്ധിക്കും. വീഴ്ചകളുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ
പ്രൊഫഷണലായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആളുകളുടെ അടുത്തുനിന്ന് ഇതുപോലെ അവര് കാരണം ഒരു വീഴ്ചയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അതാ ഞാൻ പറഞ്ഞത്. ഐ ആം എ വെരി സെൽഫ് ലവ് പേഴ്സൺ. ഉം. അതുകൊണ്ട് ഇപ്പൊ ആരെന്ത് ചെയ്താലും എനിക്കൊരു വേദന ഉണ്ടാവില്ല. ഐ ഡോണ്ട് ഇറ്റ്സ് നോട്ട് അല്ല ഇപ്പൊ ജോക്ക്. ഇറ്റ്സ് എ ഫാക്ട് ആക്ച്വലി. കാരണം നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു എക്സ്പെക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിനൊരു സങ്കടവും ഒരു പ്രശ്നങ്ങളൊക്കെ വരുള്ളൂ. ഒന്നും എക്സ്പെക്ട് ചെയ്യാറില്ല. ഒരാളുടെ അടുത്ത് ഞാൻ ഇതുവരെയായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സ്നേഹം പോലും എക്സ്പെക്ട് ചെയ്യാറില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഞാൻ എന്നെ അത്ര സ്നേഹിക്കുന്നുണ്ട്. പിന്നെ നിനക്ക് ഒരാൾ സ്നേഹിക്കേണ്ട ആവശ്യമുണ്ടോ എന്നെ? അല്ല ഇല്ല. മനുഷ്യന്മാരില്ലേ നമ്മളൊക്കെ. നമുക്ക് കൂടെ ആളുകൾ വേണം, അത് കമ്പാനിയൻസ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അപ്പൊ മനസ്സിലാവും. വേറെ ആരും വേണമെന്നില്ല. ഓക്കെ. ഐ എം വെരി ഹാപ്പി ഫോർ മൈസെൽഫ്. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഇരിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പക്ഷെ ഇങ്ങനെ സെൽഫ് ലവ് ചെയ്യുമ്പോഴത്തേക്ക് മറ്റാളുകളോടുള്ള ഒരു കമ്പാഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവുണ്ടാവില്ലേ? അതൊന്നുമില്ല. അങ്ങനെയില്ല. കൺസിഡർ ചെയ്യാറ് അങ്ങനെ. എനിക്ക് ലൈക്ക് ഐ ഹാവ് ലോട്ട് ഓഫ് ഗുഡ് ഫ്രണ്ട്സ്, വെരി ഗുഡ് ഫ്രണ്ട്സ്. പക്ഷെ നമ്മൾ അവരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് അവരെന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഹേർട്ട് വരുന്നത്. ഓക്കെ. എന്റെ സ്വന്തം ഒരു ക്ലോസ് ഫ്രണ്ട്സ്, ഇനിയിപ്പോ സ്വന്തം ബ്രദേഴ്സ് ആയിക്കോട്ടെ, ആരുടെ അടുത്ത് ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്യാറില്ല. ഐ ആം ഹാപ്പി വിത്ത് വാട്ട് ഐ ആം, ഹൂ ഐ ആം.